കണ്ണൂർ ജില്ലയിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ത്രിമൂർത്തികളും 30 മുക്കോടി ദേവകളും ഒന്നിച്ചുകൂടി ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. അതിനാൽ ഇവിടെ എത്താൻ സാധിക്കുക എന്നത് അതീവ പുണ്യമാണ്. സതീദേവി ഭർത്താവായ പരമശിവനെ പിതാവായ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ ശിരസ്സറുത്തു. പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിൻ്റെ ഭവിഷ്യത്തറിയിച്ചു. ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തീകരിച്ചു എന്നതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. യാഗത്തിൻ്റെ കർമ്മിയായ ഭൃഗുമുനിയുടെ താടി പറിച്ചെടുത്തെറിയുകയുണ്ടായി. ഈ എറിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കാണ് കൊട്ടിയൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ഓടപ്പൂവ് നൽകുന്നതെന്നാണ് വിശ്വാസം. ഓരോ വീടുകളിലും ഓടപ്പൂവ് കെട്ടിത്തൂക്കുന്നതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും എത്തിച്ചേരുന്നു എന്നുകൂടി വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വരികയും യാഗം പൂർത്തിയാക്കുകയും ചെയ്തു എന്നതാണ് വിശ്വാസം. ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര്. സതീദേവി അപമാനഭാരത്താൽ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥാനം അമ്മാറയ്ക്കൽ തറ എന്നും അറിയപ്പെടുന്നു. മലബാറിൻ്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത്. മണ്ണും മഴയും കാട്ടാറുകളും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്താണ്. കാടിൻ്റെ വന്യതയിലും കാട്ടാറിൻ്റെ രൗദ്രതയിലും 28 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല ഏതൊരു ശൈവ വിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരാണങ്ങളോളം പഴക്കമുള്ളതാണ് കൊട്ടിയൂരിൻ്റെ ചരിത്രവും. ഇത് അന്വേഷിച്ചു പോയാൽ എത്തി നിൽക്കുന്നത് ദക്ഷൻ്റെ യാഗഭൂമിയിലാണ്. യാഗം മുടങ്ങിയതിനെ തുടർന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരിടമായി കൊട്ടിയൂർ മാറി. കാലങ്ങൾ പോയപ്പോൾ ഇവിടം ഒരു കൊടും കാടായി മാറുകയും ചെയ്തു. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ. മഴക്കാലത്താണ് എല്ലായ്പ്പോഴും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഇതല്ല എങ്കിൽ ഉത്സവമായി കഴിഞ്ഞാൽ മഴ എത്തിയിരിക്കും എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം. കൊട്ടിയൂരിൽ 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ബാവലിപ്പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്കു ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും. ഏറ്റവും പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. അക്കരെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നിടത്തോളം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും ഉണ്ടാവാറില്ല. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കാടിന് നടുവിൽ നിലകൊള്ളുന്ന പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകിയിരിക്കണമെന്ന് നിർബന്ധമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് ഒരു പ്രത്യേക അനുഭൂതി സൃഷ്ടിക്കപ്പെടുമെന്ന് നിസ്സംശയം പറയാം.